രാജേഷേ, പിന്നെ നമ്മുടെ ഇവിടെ ഒരു മാക്കം തെയ്യം ഗൾഫ് കെട്ടി ബന്ധപ്പെട്ടൊരു ചെറിയൊരു വിവാദം നാട്ടിലുണ്ട്. നമുക്ക് ഈ തെയ്യം കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഗൾഫിലായാലും ഈ കേരളത്തിലായാലും എവിടെ തെയ്യം കെട്ടുന്നതിനും നമുക്ക് വല്ല വിഷയങ്ങളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്നാണ്? തെയ്യം കെട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ അനുഷ്ഠാനമായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അതായത് അവിടെ നമ്മുടെ ഭഗവാനെ വിളിച്ചു വരുത്തി അവിടെ ഒരു മാടം, അതായത് നമ്മുടെ പണ്ടേ പൊട്ടൻ തെയ്യത്തിൻ്റെ ഒരു തോറ്റമുണ്ട്. ഭൂമിയിലൊരു മാടം നാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തോരണം തൂക്കിയിട്ട് ഭഗവാൻ വണ്ടി വന്നിട്ട് അങ്ങനെ മലയ സമുദായക്കാരിലൊരു തോറ്റമുണ്ട്. അത് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ കേട്ടാൽ ഭംഗിയായിട്ട് മനസ്സിലാവും. ആ സംഭവം എന്ന് പറയുന്നത്, ആ തോറ്റം കേട്ടാൽ തന്നെ ഇതിൽ എവിടെയും നമുക്ക് ഭഗവാനെ, ഈ പ്രപഞ്ചം മൊത്തം ഭഗവാന്റെയാണ്. അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെയാണ്. അല്ലെങ്കിൽ ദുബായും ഇല്ല, വേറെ എവിടെയും ഇല്ല, അങ്ങനെയൊന്നുമില്ല. എവിടെയും നമ്മൾക്ക് ആചാരപൂർവ്വം തെയ്യങ്ങൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ തെയ്യം കെട്ടിയാടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അരിയും പൂവിട്ട് വന്ദിക്കുക, ഭഗവാനെ അരിയും പൂവിട്ട് വന്ദിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ തെയ്യക്കാർ വന്നിട്ട് തെയ്യത്തിനെ, ഉള്ളിലുള്ള തെയ്യത്തിനെ പുറത്തിറക്കുന്നതും ഉള്ളിലേക്ക് കയറ്റുന്നതും തന്ത്രിയൊന്നും വന്നിട്ടില്ലല്ലോ. ഈ തെയ്യ സമുദായക്കാരനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിലൊന്നും ഈ തെയ്യം എന്ന് പറയുന്നത് അവരുടെ കുല ആചാരമാണ്. മലയ സമുദായ ജാതിയായിട്ട് പറയില്ലേന്ന്, മലയ സമുദായക്കാരായാലും വേല സമുദായക്കാരായാലും മണ്ണ സമുദായക്കാരായാലും ബാക്കി എത്രയോ സമുദായക്കാർ തെയ്യം ചെയ്യുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവരൊക്കെ തെയ്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് കറക്റ്റാണ്. അതായത് അവരുടെ കുലത്തിൻ്റെ ആചാരമാണ് ചെയ്യുന്നത്. അത് അവർക്ക് എവിടെയും പോയി ചെയ്യാം. അവർ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോൾ അതിലൊരു തെറ്റുമില്ല. എന്താ തെറ്റില്ലേ? ഇപ്പം മുത്തപ്പനുണ്ട് ഗൾഫിൽ, എത്രയോ കാലങ്ങളായിട്ട് അവിടെ മുത്തപ്പനും തിരുവപ്പനും കെട്ടിയാടുന്നുണ്ട്. എന്തിനാ അതിന് മുത്തപ്പൻ എന്താ അവിടെയും മലയിറക്കിയാൽ ഭഗവാൻ വരും. അത് ഭക്തന്മാരുടെ മനസ്സിൽ എത്രമാത്രം അതിന് സാധ്യതയുണ്ടോ, അതായത് ഒരു ഭക്തൻ വിളിക്കുന്നുണ്ടോ, അല്ല ഒരു കുറച്ച് കൂട്ടങ്ങളായിട്ട് നടത്തുന്ന ഒരു ഇതിൽ വിളിച്ചു വരുത്തി മുത്തപ്പനെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ മുത്തപ്പനില്ലേ? ഇതിന് മാത്രം വേണ്ടിയിട്ട് തമ്മിത്തലുണ്ടാവും. ഏതൊരു നമ്മുടെ മലബാറിലുള്ള തെയ്യക്കോലങ്ങൾ എന്ന് പറയുന്നത് ഈ ദ്രാവിഡ പൂജാരീതിയാണ്. എവിടെയും വെച്ച് ആരാധിക്കാം, എവിടെയും വെച്ച് ആരാധിക്കാം. വിളക്കിലാണ് സങ്കല്പിക്കാം, കുത്തുവിളക്കിലാണ് പണ്ടേ കുത്തുവിളക്കിൽ സങ്കല്പിക്കുന്ന ഒരു ആചാരമായത്. അതായത് ദൈവത്തിനെ അവരാണ് വിളിച്ചു വരുന്നത്, നമ്മളല്ല. പിന്നെ ഈ കാലഘട്ടം മാറുമ്പോൾ ബ്രാഹ്മണ പൂജാരീതി വന്നു, താന്ത്രികത വന്നു, അതിനെ ദേവപ്രതിഷ്ഠ നടത്തി. ദേവപ്രതിഷ്ഠ നടത്തിയാലും വരവിളി വിളിക്കുന്ന എന്തിനാ? ദൈവത്തിനെ വരവിളി വിളിക്കുന്ന എന്തിനാ? മലയ സമുദായക്കാരായാലും മണ്ണാ സമുദായക്കാരായാലും അവർ വന്ന് വരവിളി വിളിച്ചാലോ അവിടെ തെയ്യമുള്ളൂ. വരിക വേണമെന്ന് പറഞ്ഞിട്ട് ഏത് ദൈവത്തിനെയും അവർ വിളിച്ചാലോ അവിടെ ദേവതയുള്ളൂ. അത് അവന് ഗൾഫിലായാലും എവിടെയായാലും വരവിളി വിളിച്ചിട്ട് അവർ നടത്തിയാൽ അത് ആചാരം തന്നെയാണ്. അതിനാരും എതിർത്തിട്ടൊരു കാര്യമില്ല. കൃത്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ വെറുതെ വാശി മത്സരം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാതെ സംസാരിക്കാതല്ലാതെ ഇത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പം ഗണപതി ഹോമം കഴിക്കുന്നില്ലേ? ബാക്കി എന്തൊക്കെ കഴിക്കുന്നുണ്ട്? ആരെങ്കിലും എന്താ എതിർക്കണ്ട? ഗൾഫിൽ എത്ര ഗണപതി ഹോമം കഴിക്കുന്നുണ്ട്? ഒക്കെ ഇതെല്ലാം സ്വാഭാവികമാണ്. അതൊന്നും ഈ പ്രകൃതിയിലുള്ള ദേവന്മാരെ നമുക്കൊന്നും ഒരിക്കലും നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുക. എവിടെയും ഗൾഫിലെന്താ അമേരിക്കയിൽ എവിടെയും പോയിട്ട് തെയ്യം കഴിക്കുക, ഒന്നും കഴിക്കാം. അത് ആചാരപൂർവ്വമാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഏറ്റവും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ എന്ന് പറയുന്നത് എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ദൈവം എന്ന് പറയുന്നത് ആരെ സ്വകാര്യ സ്വത്തല്ല. അത് ഭക്തി ഉള്ളവർക്ക് എവിടെ വേണമെങ്കിലും വിളിച്ചാൽ വരുന്നൊരു